ലോക്കൽ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ മിഥ്യാധാരണകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉള്ള ഇതെന്താണെന്ന് പലവരും പലതായി പറയുന്ന ഒരു ടേം ലോക്കൽ SEO. ഗൂഗിളിൽ ബെസ്റ്റ് കോഫി ഷോപ്പ് നിയമി എന്നും ബെസ്റ്റ് ബ്യൂട്ടി സലൂൺ നിയമി എന്നും അല്ലെങ്കിൽ ടെമ്പിൾസ് നിയമി എന്നും ഒക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ട്സിൽ ലോക്കൽ SEO ഉണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ലോക്കൽ SEO യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് ഈ ലോക്കൽ SEO, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു ബിസിനസിന് ഇമ്പോർട്ടന്റ് ആവുന്നത്, നമുക്കതിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാട്ട് ഈസ് ലോക്കൽ SEO? ലോക്കൽ SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് കൂടുതലായും യൂസ് ചെയ്യുന്നത് ലോക്കൽ ബിസിനസ്സസ് ആണ്. ലോക്കൽ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിന് അവരുടെ ഫിസിക്കൽ ലൊക്കേഷനിലേക്ക് കസ്റ്റമർ വന്നെങ്കിൽ മാത്രമാണ് ബിസിനസ് നടക്കുക. അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളതെങ്കിൽ ലൈക്ക് ഒരു കോഫി ഷോപ്പ്, അവിടെ ഒരാൾ വന്നെങ്കിൽ മാത്രമായിരിക്കും അയാൾക്ക് കോഫി കുടിക്കാൻ പറ്റുക. ലൈക്ക് ദാറ്റ് ഒരു ബ്യൂട്ടി പാർലർ, ഇങ്ങനെയുള്ള ലോക്കൽ ബിസിനസ്സുകൾക്ക് അവർക്ക് ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ലോക്കൽ SEO. വൈ ഈസ് ലോക്കൽ SEO ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ലോക്കൽ SEO ഇമ്പോർട്ടന്റ് ആവുന്നത്? റീസൺ നമ്പർ 1, ഗൂഗിളിൽ നടക്കുന്ന 46% ഗൂഗിൾ സെർച്ചസും ലോക്കൽ SEOയ്ക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ ലോക്കൽ സെർച്ചസ് ആണ് 46% ഓഫ് ദ ഗൂഗിൾ സെർച്ചസ് എന്നും പറയാൻ പറ്റും. സെക്കൻഡ് റീസൺ, 76% ആളുകൾ എന്ന് വെച്ചാൽ നിയർ ബൈ എന്ന കീവേഡോട് കൂടി അല്ലെങ്കിൽ നിയറസ്റ്റ് എന്ന കീവേഡോട് കൂടി സെർച്ച് ചെയ്യുന്ന ആളുകൾ 76%ഉം വിത്തിൻ 24 hours ആ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തിരിക്കും. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടന്റ് വൺ ഈസ് 28% ഓഫ് ദ ലോക്കൽ സെർച്ചസും ഒരു ബിസിനസ് കൺവേർഷനിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പ് നിയമി എന്ന് സെർച്ച് ചെയ്യുന്ന ഒരാള് ഒരു അതിൽ സെർച്ച് ചെയ്യുന്നതിലെ 28%ഉം അവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ലൈക്ക് ഒരു നിയർ ബൈ സെർച്ച് ചെയ്യുന്ന ആള് ഒരു 28%ഉം ആ ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാവാം, ഒരു സർവീസ് യൂസ് ചെയ്യുന്നതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അവരത് ഒരു കൺവേർഷൻ ആയി മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എന്തുകൊണ്ടാണ് ഈ ഗൂഗിളിന്റെ റാങ്കിങ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഗൂഗിൾ റാങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിംഗിലേക്ക് നമ്മളുടെ ബിസിനസിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപെൻഡിങ് ഓൺ ഗൂഗിൾ ലിസ്റ്റിംഗ്? ഫസ്റ്റ് വൺ റെലവൻസ്, സെക്കൻഡ് വൺ ഡിസ്റ്റൻസ്, തേർഡ് വൺ ഈസ് പ്രോമിനൻസ്. റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ സെർച്ച് ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യമായിരിക്കണം. അതാണ് അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കോഫി ഷോപ്പ് നിയർ മീ എന്ന് ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോഫി ഷോപ്പ് ബിസിനസ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ലിസ്റ്റിംഗിൽ വരൂ. ദാറ്റ് ഈസ് റെലവൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു കോഫി ഷോപ്പ്, നമ്മളുടെ കോഫി ഷോപ്പ് സെർച്ച് ചെയ്യുന്ന ആളുടെ ലൊക്കേഷനുമായിട്ട് അടുത്താണെങ്കിൽ അത് ലിസ്റ്റിംഗിൽ കാണിക്കാൻ ചാൻസസ് കൂടുതലാണ് കമ്പയർഡ് ടു ദ ലോങ് ഡിസ്റ്റൻസ് വൺ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രോമിനൻസ്. പ്രോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് തൊട്ടടുത്താണ്, റെലവന്റ് ആണ്. ഇപ്പൊ സെർച്ച് ചെയ്യുന്ന ആള് കോഫി ഷോപ്പ് നിയമിയാണ് സെർച്ച് ചെയ്യുന്നത്, എന്നാൽ തൊട്ട് ഡിസ്റ്റൻസ് അടുത്തായിട്ട് തന്നെ നമ്മൾ ഉണ്ട് താനും. പക്ഷെ നമ്മളുടെ ബിസിനസ് ആരും അത്ര ട്രസ്റ്റ് ചെയ്യുന്ന ബിസിനസ് അല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റു ബിസിനസ്സുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്രയും ആ ഒരു കാറ്റഗറിയിൽ പ്രോമിനന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ബിസിനസ് ആ ലിസ്റ്റിംഗിൽ കാണിക്കില്ല. ദാറ്റ് ഈസ് പ്രോമിനൻസ്. എങ്ങനെ നിങ്ങളുടെ ബിസിനസിനെ ഈ ലോക്കൽ SEOയ്ക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഞാൻ പറയാം. ഇനി ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട്. അത് കൃത്യമായി പറയുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒരു ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് നാപ്പ് ആഡ് ചെയ്യുക. നാപ്പ് ഈസ് നെയിം, അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. ഈ നെയിമും അഡ്രസ് ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലൈക്ക് ഒരു വെബ്സൈറ്റ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ തവണയും നമ്മളുടെ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഇല്ലാത്തവർക്കും ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിലുള്ള നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തന്നെയാണോ നമ്മൾ ഈ ഒരു ലിസ്റ്റിംഗിലേക്ക് കൊടുത്തിരിക്കുന്നത്? അത് കൺസിസ്റ്റന്റ് ആണോ? അത് കറക്റ്റ് ആണോ? ത്രൂ ഔട്ട് ഓൾ എവറിഡേ എല്ലായിടത്തും ആ ഒരു ഡേറ്റ കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഇമേജസ് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന ഗൂഗിൾ മൈ ബിസിനസ് സെക്ഷനിൽ കൃത്യമായി ഹൈ ക്വാളിറ്റി ഉള്ള ഇമേജസ് മാത്രം അപ്ലോഡ് ചെയ്യാം. തേർഡ് വൺ,
ചൂസ് ദ റൈറ്റ് കാറ്റഗറി. നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് ബിസിനസ് ആണോ അത് കറക്റ്റ് ആയി പിക്ക് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഓപ്പറേഷണൽ അവേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ഹോളിഡേ ഉണ്ട്, ആ ഹോളിഡേ അവേഴ്സ് ഒക്കെ കറക്റ്റ് ആയി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫോർത്ത് ഇമ്പോർട്ടന്റ് വൺ. ഫിഫ്ത് വൺ ഈസ് ഗെറ്റ് പോസിറ്റീവ് റിവ്യൂസ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്കുള്ള റിവ്യൂസ് മോശമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗൂഗിൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല. സോ പോസിറ്റീവ് റിവ്യൂസ് ജെനുവിൻ ആയിട്ട് ഒറിജിനൽ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗൂഗിൾ മൈ ബിസിനസ് ഒപ്റ്റിമൈസേഷന്റെ ടെക്നിക്. അടുത്തതായി കറക്റ്റ് ആയി ലോക്കൽ കീവേഡ്സിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റും നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ലോക്കൽ കീവേഡ്സ് കണ്ടുപിടിക്കാനായി നിങ്ങൾക്ക് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനറോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള SEO ടൂൾസോ യൂസ് ചെയ്യാം. ലോക്കൽ കീവേഡ്സ് എന്ന് പറയുന്നത് ലൈക്ക് എന്താ, ബെസ്റ്റ് കോഫി ഷോപ്പ് നിയർ മീ, ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലം കൊടുത്തിട്ട് ബ്യൂട്ടി സലൂൺസ് ഇൻ കൊച്ചി, അല്ലെങ്കിൽ അഫോർഡബിൾ ഒരു സർവീസ്, അഫോർഡബിൾ കാർ റെന്റൽസ് ഇൻ കൊച്ചി, അല്ലെങ്കിൽ അഫോർഡബിൾ കാർ റെന്റൽസ് നിയർ മീ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നതിനാണ് ലോക്കൽ കീവേഡ്സ് എന്ന് പറയുന്നത്. സോ ഏറ്റവും നല്ല ലോക്കൽ കീവേഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫുൾ വെബ്സൈറ്റ്, അതിപ്പം വെബ്സൈറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വെബ്സൈറ്റ് ചെയ്യുന്നത് ഇതിനകത്തൊരു ആഡ് ഓൺ കാര്യമാണ്. ഇത് കൂടാതെ ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്ന സെക്ഷനിലും നമ്മളുടെ റിവ്യൂസ് ആഡ് ചെയ്യുന്നിടത്തുമൊക്കെ ഇങ്ങനെയുള്ള ലോക്കൽ കീവേഡ്സ് കൃത്യമായി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും ലോക്കൽ കീവേഡ്സിന് വേണ്ടി. അടുത്തതായി ലോക്കൽ സൈറ്റേഷൻസും ബാക്ക്ലിങ്സും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോക്കൽ സൈറ്റേഷൻസ് ആൻഡ് ബാക്ക്ലിങ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഡയൽ, യെൽപ്പ് അല്ലെങ്കിൽ സുലേഖ ഒക്കെ പോലത്തെ ലോക്കൽ ബിസിനസ് ഡയറക്ടറി ലിസ്റ്റിംഗ് സൈറ്റുകളിൽ നമ്മളുടെ വെബ്സൈറ്റ് കറക്റ്റായി ലിസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്. അടുത്തതായി ഗെറ്റ് മോർ റിവ്യൂസ്. ഓൾറെഡി ബിസിനസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യത്തിൽ റിവ്യൂസ് ആഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റിവ്യൂസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു അഡീഷണൽ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ലൈക്ക് ഇതൊക്കെ ചെയ്താലും നമ്മൾ ഈ റിവ്യൂ ആഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കസ്റ്റമറും നമ്മുടെ സർവീസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഒരു സർവീസ് യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആഫ്റ്റർ ദെയർ ബിസിനസ് ക്ലോസിംഗ് കറക്റ്റ് ആയി എന്ത് ചെയ്യുക, ആ ഒരു റിവ്യൂ കളക്ട് ചെയ്യുക, അത് കറക്റ്റ് ആയി ഗൂഗിളിൽ അപ്ലോഡ് ചെയ്യുക. അടുത്തതായി ഒരു ബോണസ് ടിപ്പാണ്. ലോക്കൽ SEO പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ പോലത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ലോക്കൽ SEO പ്രൊമോട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ടാഗുകൾ കൊടുക്കുക. ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്ക് ചെക്ക് ഇൻ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് ഇവർ കൃത്യമായി നോട്ട് ചെയ്യും. നമ്മളൊരു B2B ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവുക. ഇതൊക്കെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമ്മുടെ ലോക്കൽ SEO പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ്. ഇനി ലോക്കൽ SEOയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കൃത്യമായുള്ള ഓപ്പണിംഗ് അവേഴ്സ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. സെക്കൻഡ് വൺ ഈസ് യൂസിങ് ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റിംഗ്. ഇപ്പൊ നമുക്കൊരു കോഫി ഷോപ്പ് ഉണ്ട്, ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ തന്നെ സെയിം ഒരു കോഫി ഷോപ്പ് കുറച്ചൊരു ലൊക്കേഷൻ മാറി മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരേ നെയിമിൽ ലിസ്റ്റിംഗ്സ് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ലൈക്ക് ലൊക്കേഷന്റെ നെയിമോട് കൂടി നമുക്ക് ആ ലിസ്റ്റിങ്ങുകൾ വേറെ വേറെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ എപ്പോഴും ലിസ്റ്റിങ്ങുകൾ കൊടുക്കുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവാതെ യുണീക്ക് ആക്കി കീപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തു വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൽ ഒരാൾ നമുക്ക് നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അയാളെ ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളതാണ് പലപ്പോഴും എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യം. അത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഒരു ബിസിനസ്സിന് നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായി അതിന് ആൻസർ ചെയ്യുക. എന്തുകൊണ്ടാണ് അയാൾ ആ ഒരു റിവ്യൂ ഇട്ടത്? ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആവാം നമുക്ക് നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കുന്നത്. അപ്പൊ അത് കറക്റ്റായി ചോദിച്ച് മനസ്സിലാക്കി അയാൾ ഒരു ജെനുവിൻ കസ്റ്റമർ ആണോ അല്ലയോ, ഇനി അതൊരു ജെനുവിൻ നെഗറ്റീവ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. സോ ഡോണ്ട് ഇഗ്നോർ നെഗറ്റീവ് റിവ്യൂസ്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഒരു ലോക്കൽ ബിസിനസ് ഓണർ ആണെങ്കിൽ ലോക്കൽ SEO പ്രൊമോട്ട് ചെയ്യുക, ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക, കൃത്യമായി റിവ്യൂസ് കളക്ട് ചെയ്യുക, ലോക്കൽ കീവേഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലും ഒപ്റ്റിമൈസ് ചെയ്യുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ലോക്കൽ SEO പ്രൊമോട്ട് ചെയ്യുക, കൃത്യമായുള്ള അപ്ഡേഷൻസ് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഇപ്പൊ എന്ത് തരം അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ ബിസിനസ്സിനുള്ളതോ അതെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക, നെഗറ്റീവ് റിവ്യൂസിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോക്കൽ SEO ത്രൂ ഒരുപാട് ബിസിനസ് വരും, കൂടുതൽ കസ്റ്റമേഴ്സ് വരും. അപ്പോൾ
ഇന്ന് തന്നെ ലോക്കൽ SEO സ്റ്റാർട്ട് ചെയ്യാം.